ഹലോ എവരി വൺ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എൻ്റെ വീഡിയോ മിസ്സൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അരുൺ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ, വീഡിയോ ഇട് ചിഞ്ചു, വീഡിയോ ഇട്, എന്താ നീ ഇടാത്തതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും വീഡിയോ ഇടാം. കർക്കിടകം ഒന്നല്ലേ, എന്തായാലും ഒരു 30 ഡേയ്സ് കണ്ടിന്യൂസ് വീഡിയോ ഇടാം, ഡെയിലി ലൈഫ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. എത്രമാത്രം സക്സസ്ഫുൾ ആകുമെന്നൊന്നും എനിക്കറിയത്തില്ല, എങ്കിലും കണ്ടിന്യൂസ് വീഡിയോ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇന്ന് 1-ാം തീയതിയായിട്ട് രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. വിളക്ക് കഴുകണമായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചു. എന്നും അങ്ങനെ വിളക്കൊന്നും കത്തിക്കാറില്ല. രാവിലെ ചിലപ്പോൾ ഒക്കെ കത്തിക്കാറുള്ളൂ, മിക്കപ്പോഴും വൈകിട്ടായിരിക്കും കത്തിക്കുന്നത്. പിന്നെ രാവിലെ അടുക്കളയിലോട്ട് വന്ന ആദ്യം ചെയ്യുന്നത് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്ന കേട്ടോ. അത് കഴിഞ്ഞ് പാല് തിളപ്പിക്കും. മിതുക്കുട്ടിക്ക് ഇച്ചിരി മഞ്ഞളിട്ടിട്ട് പാല് കൊടുക്കും കേട്ടോ രാവിലെ. ഞാൻ ആ കൂട്ടത്തിൽ ഒരു കോഫിയും കൂടെ ഇട്ട് കുടിക്കും കേട്ടോ. അപ്പം അതൊക്കെ പാലൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അരി ഇടാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് ഇന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സാമ്പാറാകുമ്പം മിതുക്കുട്ടിക്കുള്ള പച്ചക്കറി എല്ലാം അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഇവൻ വെജിറ്റബിൾസ് കഴിക്കുന്ന ഭയങ്കര കുറവാണ് കേട്ടോ. ഫ്രൂട്ട്സ് ആൾക്ക് ഒട്ടും ഇഷ്ടമല്ല, ആകെ കഴിക്കുന്ന അവക്കാഡോയാണ്. അല്ലാതെ പിന്നെന്താ, ഞാൻ ഈ പാവയ്ക്ക ഒഴിച്ച് ബാക്കി എല്ലാ പച്ചക്കറിയും ഉള്ളതെല്ലാം എടുത്തിട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് വെള്ളരിക്ക ഒന്നും ഇല്ല എങ്കിൽ പോലും ഉള്ള ബീൻസും കോവയ്ക്ക വെണ്ടയ്ക്ക എല്ലാം ഇട്ടിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ സാമ്പാറാകുമ്പോൾ ദോശയും കൂടെ ഉണ്ടാക്കി രണ്ടും കൂടെ കഴിച്ചോളും. ഞാൻ സാധാരണ ഇവിടെ ദോശമാവ് തന്നെ അരയ്ക്കുക ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ റെഡിമെയ്ഡ് മാവ്. പക്ഷെ ഞാൻ കഴിവതും കുറച്ച് റെഡിമെയ്ഡ് മാവ് വാങ്ങിക്കാറുള്ളൂ. കാരണം ഇവൻ ചെറുതിലേ മുതലേ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ദോശയായിരുന്നു. ഇപ്പം കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ. പ്രായം ചെല്ലുന്ന അനുസരിച്ചിട്ട് അവൻ ഈ ദോശമാവ് അല്ലെങ്കിൽ സാമ്പാറൊക്കെ കഴിക്കാൻ മടിയൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും അവൻ്റെ ഒരു ഇച്ചിരി ഇഷ്ടമുള്ളൊരു ഫുഡ് ഇത് തന്നെയാണ്, ദോശയൊക്കെ തന്നെയാണ്. അപ്പോൾ ദോശയും സാമ്പാറും കൂടെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ തന്നെ അത് കൊടുത്ത ഒരു ആശ്വാസമാണ്. കുറേ വെജിറ്റബിൾസൊക്കെ വയറ്റി ചെന്നു എന്നൊക്കെ ഉള്ളൊരു ആശ്വാസമാണ്. പിന്നെ ദോശമാവ് ഇരിപ്പില്ലാഞ്ഞുകൊണ്ട് പിന്നെ വാങ്ങിച്ചത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഇന്ന് വല്ലതും അരിയും ഉഴുന്നും വെള്ളത്തിലിടണമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ ഇടും കേട്ടോ. സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ശരിക്കും മടി വീഡിയോസ് ഇടാൻ. ഞാനാണെങ്കിൽ ആദ്യമൊക്കെ തുരുതുരാ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ എനിക്കങ്ങ് മടിയായി. വീഡിയോസിനൊക്കെ വ്യൂസ് ഉണ്ട്, പക്ഷേ അത്രയും സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അതാണ് പ്രശ്നം. അപ്പം നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നാളെ കാണാം.